കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ പാർട്ട് 11 ആയിട്ടാണ്. നമ്മൾ 11 ആണോ 12 ആണോ എന്നറിയില്ല. ചിലപ്പോൾ 13 ആയിരിക്കും, ഏതെങ്കിലും എപ്പിസോഡ് ആവട്ടെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഫാർമാണ്, നമ്മൾ ഫാർം ഫുള്ളും സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ കുറേ മോഡിഫിക്കേഷനും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ തന്നെ കുറച്ചൊരു 5 എമറാൾഡൊക്കെ എടുത്ത് ഞാൻ കുറേ മൈനിങ്ങിനൊന്നും പോയതല്ല, ബൊമ്മാരൊക്കെ ട്രേഡ് ചെയ്ത് പിന്നെ അവിടെ ഫുള്ള് മോഡിഫിക്കേഷൻസൊക്കെ വരുത്തി. രസമുണ്ടാകും, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എനിക്ക് കിട്ടിയ സാധനങ്ങൾ ഡയമണ്ട്, പിക്കാക്സ്, അയൺ ആക്സ്, എഫിഷ്യൻസി ഒക്കെ ഉള്ളത് ഇതിക്ക് ആവശ്യം വരും, എടുത്തേക്കാം. പിന്നെ കുറേ ബെല്ലൊക്കെ പിന്നെ ആവശ്യമില്ല, വെറുതെ എടുത്തന്നെ ബെല്ലൊക്കെ. അടുത്ത് നമുക്ക് ബെമ്മാരെ എത്ര ട്രേഡ് ചെയ്തെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഞാൻ അത്രയും ട്രേഡ് ചെയ്തു, പിന്നെ ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതിൻ്റെ കൂടെ പിന്നെ ട്രേഡ് കിട്ടില്ല. പിന്നെ എൻജാൻമെൻറ്റ് ഇതും പിന്നെ ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ പിന്നെ അത്യാവശ്യം നല്ല ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതലും ട്രേഡുകളിൽ എഴുതിയിരുന്നു നമ്മളെ ആർമർ കിട്ടാൻ വേണ്ടി ഇതിലായിരുന്നു. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് പെറ്റ് ഉണ്ടാവുമല്ലോ, ചെറുക്കന്മാർ അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഗെയിം വെറുതെ കളിക്കുക. അപ്പോൾ എനിക്കൊരു ഫ്രണ്ട് വേണം. അപ്പോൾ അതിന് വേണ്ടി തന്നെ കുറച്ച് പട്ടിക്കുട്ടികളൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ, ചില സമയത്തൊക്കെ ചില പട്ടിക്കുട്ടികളൊക്കെ എടുത്തേക്ക് വരും. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സ്പ്രൂസ് ബയോമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. അപ്പോൾ അവിടെ പോയി നോക്കി കുറച്ച് പട്ടിക്കുട്ടികളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഓരൊക്കെ ടൈം ചെയ്യണം. പിന്നെ ഓർക്ക് വേണ്ടി ഒരു വീട് എന്ന് വെച്ചാൽ ഇന്നെ പോലത്തെ ഇങ്ങനത്തെ ഒരു വീടല്ല, ഓർക്ക് വേണ്ടി ഒരു മെഗാ ബേസ് തന്നെ ഉണ്ടാക്കി കൊടുക്കും. അത്ര വലിയ മെഗാ ബേസ് അല്ല, ഒരു ചെറിയ ട്രീ ഹൗസ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു രസമുള്ള ഒരു ട്രീ ഹൗസാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. പിന്നെ നമുക്ക് ഫുഡിൻ്റെ ക്ഷാമം കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ തീരെ ഫുഡ് കിട്ടാതായിട്ടുണ്ട്. ഉള്ളതിൻ്റെ ഹങ്കർ ബാറൊക്കെ കണ്ടില്ലേ ഗൈസ്, ഹങ്കർ ബാർ ആകെ ഇതാക്കി എടുക്കുകയാണ്. ഹങ്കർ ബാറിന് ഫുള്ളും പണി കിട്ടിയൊക്കെയാണ്. പിന്നെ എൻ്റെ കയ്യിൽ അത്യാവശ്യം എല്ലൊക്കെ കെടുക്കുന്നുണ്ട്. പിന്നെ ഫുള്ളും നിറങ്ങിണ്ട്. ഓക്കെ ഗൈസ്, ഈ ചെസ്റ്റൊക്കെ എടുത്ത് മാറ്റണം. ഇപ്പം തന്നെ എടുത്ത് മാറ്റണില്ല, കുറച്ചിൻ്റെ മാറ്റണുള്ളൂ. ചിക്കോയ്ക്കുമ്പോൾ പെട്ടെന്ന് ഹെൽത്ത് ഉണ്ട് കേട്ടോ. നമുക്ക് തൽക്കാലം കുറച്ച് കോളൊക്കെ ഒരു സ്റ്റാക്കൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് തൽക്കാലം നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ചെസ്റ്റ് നിറഞ്ഞ് ഇതാ ഈ ഭാഗത്തും. ഓക്കെ ഗൈസ്, നമുക്ക് സ്പ്രൂസ് വുഡ് വേണം. സ്പ്രൂസ് വുഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രീ ഹൗസിന് വേണ്ടി നമ്മൾ സ്പ്രൂസ് വുഡും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആദ്യം ഞാൻ നമ്മുടെ ഫാർം ഇവിടെ ഉണ്ടാക്കാം. സ്ഥലം അവിടെ ഇവിടെ എവിടെയായിരുന്നു? മഴ പെയ്യാൻ തുടങ്ങി. ആ സ്ഥലം ഈ സ്ഥലത്തായിട്ട് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ച്. ഈ സ്ഥലത്ത് പിന്നെ എനിക്ക് വേറെ സാധനം ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതാണ് നമ്മുടെ സ്വന്തം ട്രീ ഹൗസ്. അപ്പോൾ ഇന്ത്യയിലിപ്പോൾ നമുക്ക് തൽക്കാലം ബോൺവീല് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് അത് കുഴപ്പമില്ല. നമ്മളെല്ലാം ഓൾറെഡി ഞാൻ കുറച്ച് കൾട്ടിനെ കൊന്നുള്ളതാണല്ലോ. അതുകൊണ്ട് നമ്മളെ മോപ്പ് ഫാർമിൽ ജസ്റ്റ് ഒന്ന് പോയാൽ മതി, കിട്ടും. അപ്പോൾ നമുക്ക് നൈസായിട്ട് കുറച്ച് ബോൺവീൽ ഉണ്ടാക്കാം. നൈസായിട്ട് കുറച്ച് 3 ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ
ഇതുണ്ട് വലുതാക്കാം. ഈ സ്ഥലം പെട്ടെന്ന് മറന്നു കേട്ടോ. ഞാൻ മരം വെച്ച പിന്നെ എളുപ്പമാവും. ഓക്കെ ഗൈസ്, രണ്ടാമത്തെ തന്നെ നല്ല നെസ്റ്റ് ആയിട്ടുള്ളൊരു നമുക്ക് മരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇങ്ങനെ എല്ലാവർക്കും അറിയാലോ, നമുക്ക് ഇനി ജസ്റ്റ് നമുക്കൊന്ന് ഉണ്ടാക്കണം. എൻ്റെ അത്യാവശ്യം കുറച്ചൊക്കെ ഐഡിയ ഉണ്ട്. അത് നോക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഇനി ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് അങ്ങനെ കുറേ നേരത്തെ കുറേ സമയത്ത് ഗൈസ് ഇന്നുണ്ടാക്കി നമ്മുടെ ട്രീ ഹൗസ്. അപ്പോൾ സീനല്ല നമ്മുടെ ട്രീ ഹൗസ്. കുറച്ചും ഡീറ്റെയിലിങ് വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്ര ഡീറ്റെയിലിങ് ഒന്നും ചെയ്യാനും പറ്റിയില്ല. പിന്നെ കുറേ ലാഡറൊക്കെ വെച്ച് കയറിയിട്ട് കുറേ ചെയ്ത്, പിന്നെ വുഡ് മാത്രം ആക്കണ്ട, കുറച്ച് കോബിൾ സ്റ്റോണും കൂടി ആഡ് ചെയ്ത് ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഉള്ളിൽ കയറാം. ഇതിന് പട്ടിക്കുട്ടിയെല്ലാം നമ്മൾ പെറ്റായിട്ട് വരണേ. അപ്പോൾ ഇവിടെ കാർപ്പറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ വേറെ ഒന്നും ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ നമുക്ക് കുഞ്ഞ വ്യൂ ഒക്കെ കാണാം. അത്ര വലിയ വ്യൂ ഒന്നും കിട്ടൂലെങ്കിലും ഒരു നൈസായിട്ട് ഒരു കുഞ്ഞ വ്യൂ നമുക്ക് കാണാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ സബും ചെയ്തോ. പിന്നെ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.